നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. കാരണം മുതിർന്ന നേതാക്കൾക്കൊക്കെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനുമൊക്കെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അരിയൺ ഷൗക്കത്ത് മറ്റൊരു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ പിന്തുണ വി എസ് ജോയിക്കാണുള്ളത്. അപ്പോൾ അരിയൺ ഷൗക്കത്ത് ഒരു ഇടത് സ്വതന്ത്രനായി മാറിക്കൂടായികയില്ല. ഒപ്പം ബി ജെ പി എടുക്കുന്ന നിലപാടുകളും വളരെ ശക്തമാണ്. ബി ജെ പി ആർക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു സമീപനം എന്ന് പറയുന്നത് ഞങ്ങൾ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് നിലമ്പൂരിൽ ബി ജെ പിക്ക് മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. മറ്റ് പല സ്ഥലത്തും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പൊസിഷനിലേക്ക് ബി ജെ പിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിൽ ആ ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ നിലമ്പൂരിൽ എടുക്കാവുന്ന ഒരു സമീപനം ഏത് മുന്നണിയെ ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പ്രസ്താവിക്കുക എന്നുള്ളതാണ്. ആ ഒരു ലൈനിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുവരെ സ്ഥാനാർത്ഥിയെ ഒന്നും പറഞ്ഞിട്ടില്ല, മത്സരിക്കുമെന്നും പറഞ്ഞിട്ടില്ല, എന്ത് ചെയ്യുമെന്ന് നോക്കിയിരുന്ന് കാണാം എന്നുള്ള സമീപനമാണ് ബി ജെ പി പൊതുവെ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഉള്ളിലൊന്നും ആർക്കും അറിയില്ല എങ്കിൽ പോലും പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമീപനത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായിട്ടുള്ള സമീപനത്തിലേക്ക് ചെന്നെത്തുക. അപ്പോൾ എന്താ സ്ഥിതി? ആര് മത്സരിക്കണമെന്ന തീരുമാനത്തിൽ കോൺഗ്രസിനകത്ത് നിരന്തരമായിട്ട് തർക്കമാണ്. കുറേ നാളായിട്ട് തുടങ്ങിയ തർക്കമാണ്. കാരണം ആര്യടൻ ഷൗക്കത്താണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരിക്കേണ്ടത് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലമ്പൂർ സീറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു കോൺഗ്രസ്. അദ്ദേഹത്തിൻ്റെ സീറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്യടൻ ഷൗക്കത്ത്. അപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് സ്വാഭാവികമായിട്ടും ഈ അച്ഛൻ്റെ ഒരു പൈതൃകവും അതേപോലെ തന്നെ പിൻബലവും ഒക്കെ എക്കാലത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷവും ആ ബലത്തിലാണ് ഷൗക്കത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് അല്ല, അത് അൻവർ എന്ന് പറയുന്ന പ്രതിഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൻവർ തീരുമാനിക്കണം. അൻവർ ഇതിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അൻവർ പറയുന്നത് ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. കാരണം പിണറായി വിജയനെ കൊല്ലുക എന്നുള്ളതാണ് അൻവറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പൊതുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് അദ്ദേഹം ചില കണ്ടീഷൻസെല്ലാം കോൺഗ്രസിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തെ കോൺഗ്രസ് മുന്നണിയിലെടുക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് മുന്നണിയിൽ എടുത്താൽ മാത്രമാണ് കോൺഗ്രസിന് പിന്തുണ എന്നാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവർ തമ്മിലൊക്കെ ഇടയ്ക്കെന്തോ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പുറത്തേക്ക് വരുന്നില്ല കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസിന് ഒരിക്കലും അൻവറിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്ന് വരുത്താനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. അൻവറിന് മുന്നിൽ കീഴടങ്ങാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വി ഡി സതീശൻ വളരെ സ്ട്രോങ് ആയിട്ട് ചില കണ്ടീഷൻസൊക്കെ വെച്ച് അൻവറോട് പറയുന്നുണ്ട്, അല്ലേ എന്താ പറയണ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പരസ്യ പ്രസ്ഥാനമായിട്ടില്ല, മറ്റാണ് മറിച്ച. പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അൻവറിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്ന. സതീശനല്ല ഉടയമ്പരം പറഞ്ഞാൽ പോലും അൻവറിൻ്റെ ഇഷ്ടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലരും അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് തലവേദന ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്തായാലും അൻവറുമായിട്ട് കെട്ടുപിണഞ്ഞാണ് നിലമ്പൂർ കിടക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിക്കൊണ്ട് കേരളത്തിൽ വന്ന് ഒരു ഘടകകക്ഷിയാവണം എന്ന രീതിയിലൊക്കെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ തലവേദനകളില്ല. അതാണ് കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ ഘടകകക്ഷികളുടെ തലയിൽ പലതും കെട്ടിവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് എപ്പോഴും ഒരു ഹരമാണ്. അപ്പോൾ അത്തരത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അൻവർ അതിനെ ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു റിയാക്ഷൻ? അല്ല, അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസ് അൻവറിനെ എടുക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇവർ പറയുന്നൊരു നിർദ്ദേശം എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പേര് കള, അൻവർ കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാം എന്നാണ് പറയുന്നത്. കാരണം
തൃണമൂൽ കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ബംഗാളിൽ ഉള്ള വിഷയം കാരണമാണ് അത് അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ പ്രശ്നം ഉയർത്തി ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. അൻവർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. അപ്പോൾ അൻവർ കോൺഗ്രസ്സായി, അൻവർ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ആയിട്ട് വന്നാൽ ഇതിലെടുക്കുന്നതിൽ വിരോധമില്ല. കാരണം തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് അൻവർ ഫാക്ടറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രശ്നമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം അൻവറിൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് സംഘങ്ങളും അൻവറിൻ്റെ പണവും അതുപോലെ തന്നെ മസിൽ പവറും ഒക്കെ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് പൊതുവെ പക്ഷേ അൻവറിന് VS ജോയി സ്ഥാനാർത്ഥിയാകുന്നതിനോടാണ് താല്പര്യം. ആര്യാടൻ ഷൗക്കത്തിനോട് താല്പര്യമില്ല. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മണ്ഡലത്തിൽ ഉള്ളൊരു പിൻബലം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഇതും ഒക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ CPM ആണെങ്കിൽ സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുകയാണ്. MAVV അടക്കം സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇടത് സ്വതന്ത്രനായി ഈ ആര്യാടൻ ഷൗക്കത്ത് വന്നുകൂടായികയില്ലേ? അതുണ്ട്. ആ ഒരു സാധ്യത എപ്പോഴും ഇങ്ങനെ ഒരു ഭീഷണിയായിട്ട് ഇടതുപക്ഷം നിലനിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനകത്തേക്കും 2 സ്ഥാനാർത്ഥിക്കും വേണ്ടിയുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിൽ ഇപ്പോൾ ജോയിയെ കിട്ടിയാൽ CPMന് താല്പര്യമില്ല, പക്ഷെ ആര്യൻ ഷൗക്കത്തിനെ കിട്ടുന്നത് താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് CPM ഇവരുടെ പിന്നാലെ മണത്ത് നടക്കുന്നത്. അതുകൊണ്ട് ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്ന കാര്യത്തിന് കൂടുതൽ മുൻതൂക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിനകത്ത്. കാരണം ആര്യൻ ഷൗക്കത്തിനെ തഴഞ്ഞാൽ ഷൗക്കത്ത് പറയുന്നുണ്ട് എനിക്ക് കോൺഗ്രസിൻ്റെ പതാക പുതച്ച് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊളിറ്റിക്സ് ആണല്ലോ. പൊളിറ്റിക്സ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് പറയാറുണ്ട്, എല്ലാ പാർട്ടിക്കാരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നിടയിൽ സാധ്യതകളുടെ ഒരു കലയാണെന്ന് പറയാറുണ്ട് സാർ. അപ്പോൾ എന്ത് സാധ്യതയുണ്ട് എന്ന് നോക്കുന്നു. MLA ആവാനുള്ളൊരു സാധ്യത ഇതുവഴി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇല്ലാതാവും. ജോയി അവിടെ സ്ഥാനാർത്ഥിയാവുകയും അൻവർ പിന്നിൽ നിൽക്കുകയൊക്കെ ചെയ്തതിൻ്റെ ജോയി ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ആര്യൻ ഷൗക്കത്തിന് ഒരു ഭാവിയും അവിടെ ഇല്ല, അതിനകത്തില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഷൗക്കത്ത് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സരിൻ സ്ഥാനാർത്ഥി ആയതുപോലെ അതെ അത് CPMന് ഒരു മടി ഇപ്പം ഇല്ല ഒന്നിനും ആരെയും സ്ഥാനാർത്ഥിയാണ്. കാരണം അവർക്ക് ജയിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങൾ ഏതാണോ ആ മണ്ഡലങ്ങളിൽ വേറെ ആരെയും അവർ സ്ഥാനാർത്ഥിയാകും. ജയിച്ചാലും തോറ്റാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും കളി മാത്രമാണ് ശരിക്കും പറഞ്ഞത്. ജയിച്ചാൽ കൊള്ളാം, തോറ്റു കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല. അവനല്ലേ അതാണ്, തോക്കണം അവനാണ്, നമ്മളല്ല. ജയിക്കുമ്പോൾ നമ്മൾ ജയിക്കും, തോക്കുമ്പോൾ അവൻ തോക്കും. ആ രീതിയിൽ ഇത് അവർ നല്ല രീതിയിൽ അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി. അപ്പോൾ സ്ട്രാറ്റജിക്കലി അവർ ഈ ഒരു തന്ത്രത്തിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ മറ്റേ ബഷീർ വരുന്നുണ്ട്, മറ്റവൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരൊക്കെ വെക്കും. നൗഷാദ് അലി ഇങ്ങനെ പല പേരുകളൊക്കെ വെച്ച് അവരിങ്ങനെ പ്രചരണമൊക്കെ നടത്തും. പക്ഷേ ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതാ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് BJP ഇത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ ജയിപ്പിച്ചാൽ BJPക്ക് ഭാവിയിൽ ഗുണമുണ്ടാവും എന്ന് നോക്കിയിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനെ ജയിപ്പിക്കണം, അതായത് UDFനെ ജയിപ്പിക്കണം, LDFനെ ജയിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളില്ല, അവർക്ക് ജയിക്കാൻ പറ്റില്ല, കൂടുതൽ വോട്ടുകൾ നേടാനും പറ്റില്ല. ഒന്നാമത്തെ അവിടുത്തെ ഒരു മുസ്ലിം ഇക്വേഷനൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അതങ്ങനെ എളുപ്പത്തിൽ ഇവർക്ക് നേടിപ്പോരാൻ പറ്റില്ലെന്നറിയാം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉള്ള ശക്തി വെച്ചിട്ട് നിലവിലുള്ള സംവിധാനത്തിന് ഇങ്ങനെ അട്ടിമറിക്കാം. ആ അട്ടിമറി വിജയമാണ് BJPയുടെ വിജയമായിട്ട് ഇവിടെ മാറിത്തീരാൻ പോകുന്നത്.